ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. സാരി ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൗണ്ട് ഷേപ്പാണ്. അപ്പം നമുക്കിതിൻ്റെ അളവ് നോക്കാം. ഇതിപ്പോൾ 9 ഇഞ്ചാണ് വിഡ്ത്ത്. വലിയ സ്ട്രിപ്പ്. ഇത് 3 ഇഞ്ചസിൻ്റെ 2 സ്ട്രിപ്പാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നമുക്ക് മിഡിലിൽ നമുക്ക് സപ്പോർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പം 3 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കളറ്. ശേഷം നമ്മളിത് 3 കൂടി ഒരേ ലെവലിൽ എടുത്തതിന് ശേഷം അതപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. 3 കൂടി ചേർത്ത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രെയിറ്റ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 സ്ട്രിപ്പിലും സേഫ്റ്റി പിന്ന് കുത്തി വയ്ക്കുക. ശേഷം നമ്മുടെ 3 വിരലിൽ ഇതേ രീതിയിൽ 3 വിരലിൽ ഒരു റൗണ്ടൊന്ന് ചുറ്റണം. ഒരു പ്രാവശ്യം ഒന്നുകൂടി കാണിക്കാം. ഇതേ രീതിയിൽ 3 വിരലിൻ്റെ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിയതിന് ശേഷം റൗണ്ടാക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് ഏത് സ്ട്രിപ്പാണോ അതുപയോഗിച്ച് ഫസ്റ്റ് ഒന്നുകിൽ ഓറഞ്ച് ഇല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിങ്ങിലാണ് നമ്മൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഓരോ സ്റ്റിച്ച് ചെയ്യുക. ഫുള്ള് നമ്മൾക്ക് ഈ പിങ്ക് കളർ ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ 17 സ്റ്റിച്ചസാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. 17 സ്റ്റിച്ചാണ് ഈ റൗണ്ടിൽ നമ്മൾ ഈ സർക്കിളിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളർ ഫസ്റ്റ് റൗണ്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അടുത്ത കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇത് ജോയിൻ ചെയ്യുകയാവും. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയുമാണ്. അപ്പോൾ നെക്സ്റ്റ് കളർ എടുത്തിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചസിലും നമ്മൾ 2 വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 17 സ്റ്റിച്ചസാണുള്ളത്. അതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 വീതം 2 സ്റ്റിച്ചസ് വീതമാണ് ഓരോ ഗ്യാപ്പിലും നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളർ എടുക്കാം. അപ്പോൾ ഒന്നിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കളറിൽ വീണ്ടും 2 സ്റ്റിച്ച്. അങ്ങനെയാണ് ഈ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത് ഇനി നെക്സ്റ്റ് കളറ്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിലായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രിപ്പ്. ഇപ്പോൾ ഓരോ സ്റ്റിച്ചസിലും നമ്മൾ 2 വീതമാണ് ചെയ്യുന്നത്. ഓരോ കളറിൽ 2 സ്റ്റിച്ചസ് വീതമാണ് ചെയ്തു പോകേണ്ടുന്നത്. അപ്പോൾ അവിടെയും വരെയും ചെയ്തിട്ട് കാണിക്കാം. ഇനി നമ്മൾ ഇത് സ്ട്രിപ്പൊന്ന് ജോയിൻ ചെയ്യുന്നത് നോക്കാം. 2 കൂടി ചേർത്ത് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിടുക. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഓരോ കളറിൻ്റെയും 8 വീതമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 16 ആണുള്ളത്. ഇപ്പോൾ ഡാർക്ക് പിങ്കിൻ്റെ 8,
ഓറഞ്ചിൻ്റെ 8. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ അടുത്ത തേർഡ് റൗണ്ടാണ്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളറ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഓറഞ്ച് 2 സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് തേർഡ് റൗണ്ട് വരുമ്പോൾ പിങ്ക് ആണ് ചെയ്യുന്നത്. അതുപോലെ പിങ്കിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്റ്റിച്ച് വീതമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഓരോ കളറിൻ്റെയും. ഓരോന്നിൽ നമ്മൾ 2 സ്റ്റിച്ചസ് വീതമാണ് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചസിലും 2 വീതം ചെയ്യുക. കളറ് ചേഞ്ച് ചെയ്ത് ചെയ്യുക. അപ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ് തേർഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമ്മൾ ഫിനിഷ് ആയപ്പോഴും ഈ ഡാർക്ക് പിങ്കിൽ തന്നെയാണ്. തേർഡ് റൗണ്ട് സ്റ്റാർട്ടാവുന്നത് ആ പിങ്കിൽ തന്നെയാണ്. അപ്പോൾ ഓരോ കളറിൻ്റെയും 8 വീതമാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ് ഫിനിഷ് ചെയ്യുന്നത് ഓറഞ്ചിൽ. അടുത്തത് തേർഡ് റൗണ്ട് നമ്മൾക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ ഇവിടെയാണ് ഇപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതാണ് 2 കളറ് ഒരേപോലെ തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏത് കളറാണോ അത് ഉപയോഗിച്ച് തന്നെയാണ് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ നിന്ന് ഒരു കളറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് മുകളിലെ റൗണ്ടിലാണ് നമ്മൾക്കത് ഫിനിഷ് ആവുന്നത്. അപ്പോൾ അടുത്ത കളറായിരിക്കും നമ്മൾക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യുവാണ്. നമുക്ക് സെക്കൻഡ് റൗണ്ട് നമ്മൾക്ക് 2 സ്റ്റിച്ചസ് വീതമായിരുന്നു. തേർഡ് റൗണ്ട് വരുമ്പോൾ നമ്മൾക്ക് 3 സ്റ്റിച്ചസ് വീതമാണ് ചെയ്യേണ്ടുന്നത്. നമ്മൾ 2 സ്റ്റിച്ചസ് വീതം ചെയ്തിട്ടുള്ളതിൽ നമ്മൾ 3 സ്റ്റിച്ചസ് വീതമാണ് നമുക്ക് തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കളറ് നമ്മൾക്ക് എടുത്ത് ചെയ്യണം. അപ്പോൾ ഓറഞ്ച് സ്ട്രിപ്പിൻ്റെ മുകളിൽ പിങ്ക് കളറാണ്. അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓരോ റൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കളറ് നെക്സ്റ്റ് കളറ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ പിങ്കിൻ്റെ മുകളിൽ ഓറഞ്ച് സ്ട്രിപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ് എൻഡ് ആവുന്നത്. അതാണ് ഒരേ കളറ് വരുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്തുനിന്ന്. ഇപ്പോഴാണ് നമ്മൾക്ക് ആ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ ഓറഞ്ച് സ്ട്രിപ്പിലാണ് നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പിങ്കിലാണ് നമ്മൾക്കത് ഫിനിഷ് ആവുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഫോർത്ത് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ട് നമ്മൾ 4 സ്റ്റിച്ചസ് വീതമാണ്. ഓരോ പെറ്റൽ വൈസ് നോക്കുമ്പോൾ നമ്മൾക്ക് 4 സ്റ്റിച്ച് വീതം വരും. നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ 3 സ്റ്റിച്ചസ് വീതമാണ് ചെയ്തിരുന്നത്. തേർഡ് റൗണ്ട് ഇപ്പോൾ ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 4 സ്റ്റിച്ചസാണ്. നമ്മൾ തേർഡ് റൗണ്ട് ചെയ്തതിൽ ഓരോന്നിലും 2 സ്റ്റിച്ച് വീതമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 4 സ്റ്റിച്ചസാണ് വരുന്നത്. 2 2 അങ്ങനെയാണ്. ഇനി നെക്സ്റ്റ്
ഇപ്പോൾ നമ്മൾ പിങ്ക് കളറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിനിഷ് ചെയ്യുന്ന അതേ കളറിൽ തന്നെയാണ് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമ്മൾക്ക് ഓറഞ്ച് കളറിലായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ട്, അങ്ങനെ ഓരോ റൗണ്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓരോന്നും കളറ് ചേഞ്ച് ചെയ്ത് 4 സ്റ്റിച്ചസ് വീതം ചെയ്യുക. 4 സ്റ്റിച്ചസ് വീതമാണ് വരുന്നത്. ഒരു പെറ്റൽ വൈസ് നോക്കുമ്പോഴാണ്, പെറ്റൽ വൈസ് നോക്കുമ്പോൾ ഓരോ റൗണ്ടിലും പെറ്റൽ വൈസിൽ ഓരോ സ്റ്റിച്ചസാണ് കൂടുതൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ശേഷം അത് അടിയിലാക്കി കൊടുത്താൽ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾക്ക് ഫോർത്ത് റൗണ്ട് ഫിനിഷായി കഴിഞ്ഞു. നമ്മൾ 4 സ്റ്റിച്ച് വീതമാണ് ചെയ്തിരിക്കുന്നത് ഓരോ കളറിൻ്റെയും. ഇനി നമുക്ക് ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് ചെയ്യുക, നെക്സ്റ്റ് 1 ചെയ്യുക, നെക്സ്റ്റ് 2. അപ്പോൾ നമ്മൾക്ക് 5 സ്റ്റിച്ചസാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഫോർത്ത് റൗണ്ട് ഫിനിഷായത് നമ്മൾക്ക് ആ ഓറഞ്ച് സ്ട്രിപ്പിലാണ്. അപ്പോൾ അതേ ഇതിൽ തന്നെയാണ് ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഫിനിഷാകുമ്പോൾ നമ്മൾക്ക് അടുത്ത കളറായിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് കളറ്, ഇപ്പോൾ പിങ്കിൻ്റെ മുകളിൽ നമുക്ക് ഓറഞ്ച് സ്ട്രിപ്പാണ്. ഓറഞ്ച് സ്ട്രിപ്പിൻ്റെ മുകളിൽ ഡാർക്ക് പിങ്ക് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചസിൽ 1 ചെയ്യുക, നെക്സ്റ്റ് 2, 2 1 2. അങ്ങനെയാണ് ഓരോ കളറിൻ്റെയും ചെയ്യുന്നത്. അപ്പം 1, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2, 2 1 2. അപ്പോൾ നമുക്ക് 5 സ്റ്റിച്ചസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 സ്റ്റിച്ചാണ് ഒരു കളറിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് കളറിലും നമ്മൾക്ക് 5 സ്റ്റിച്ചസ് തന്നെ വരണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ഫുള്ള് നമ്മൾക്ക് എത്ര വലിപ്പമുള്ളത് വേണമെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 സ്റ്റിച്ച്, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഫിഫ്ത്ത് റൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്തു. 7th റൗണ്ടും ഫിനിഷ് ചെയ്തു. ഇപ്പോൾ 8th റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
അപ്പോൾ 8 റൗണ്ടിൽ നമ്മൾക്ക് 8 സ്റ്റിച്ചസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ പിങ്കിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്, അവിടെ ഓറഞ്ചിൽ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു മിസ്റ്റേക്ക് വന്നതാണ്, കളറൊന്ന് ചേഞ്ചായി. അവിടെ പിങ്ക് കളറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടം. ഇനിയിപ്പോൾ നമ്മൾക്ക് 8 റൗണ്ട് ഫിനിഷ് ആയപ്പോൾ നമ്മൾക്ക് താഴെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ മുകളിലും ഇതൊത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും, ഒരു നല്ല റൗണ്ട് പോലെ ആവുന്നില്ല. അതിനാൽ ഞാൻ 8 റൗണ്ട് ഫിനിഷ് ആയതാണ് എങ്കിലും ഒരേ ലെവലിന് വരാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് ആ ഓറഞ്ച് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഓരോ സ്റ്റിച്ചസ് കൂടി ചെയ്യുന്നു ആ പിങ്ക് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട്. ഒരു റൗണ്ട് നല്ല രീതിയിൽ റൗണ്ട് വരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഓരോ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാതെയാണ് അടുത്ത റൗണ്ട് ചെയ്യുന്നത്, അതാണ്. ഇപ്പോൾ ഞാൻ ആ പിങ്ക് ഇത് വെച്ചിട്ട് ഒരേ റൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ശേഷം ഇതേ രീതിയിൽ അടിയിലൂടെ കൊണ്ടുവന്നിട്ട് രണ്ടും കൂടി ആ ചെറിയ സ്ട്രിപ്പ് രണ്ടും കൂടി ഒന്ന് കെട്ടിയിട്ട് ബാക്ക് വശത്താക്കിയിട്ട് അതാത് കളറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സെൻറ്റർ പീസ് ഇത് നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ച് അതിനെ ഒന്ന് കവർ ചെയ്ത് ബാക്കിൽ കൊണ്ടുപോയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ വൈറ്റ് അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആ ഓറഞ്ച് കൊണ്ടൊന്ന് കവർ ചെയ്യുകയാണ്. ഓറഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതാത് കളറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അടിയിലും മുകളിലുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ശേഷം അത് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ളത് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റിച്ച്, മിഡിൽ ഭാഗത്ത് 1 1 അങ്ങനെയാണ് വരുന്നത്. പിന്നെ എൻഡ് ആകുമ്പോഴും 2 സ്റ്റിച്ച്, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഓരോ പെറ്റൽ വൈസ് നോക്കുമ്പോഴും. ഇപ്പോൾ ഓരോ കളറിൻ്റെ 8 വീതമാണ്, ടോട്ടൽ 16 പെറ്റൽസ് അതേമാതിരിയാണ്. അപ്പോൾ നമുക്കിത് ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടോട്ടൽ 8 റൗണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഏതുതരം സാരിയുടെ ഏതുതരം ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 17 സ്റ്റിച്ചസ് 17 സ്റ്റിച്ചസാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 വീതം കളർ മാറി ചെയ്തു, 2 കളർ ഉപയോഗിച്ച്. നെക്സ്റ്റ് ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ സെക്കൻഡ് റൗണ്ടും നമുക്ക് 2 സ്റ്റിച്ച് വീതം. തേർഡ് റൗണ്ട് ആയപ്പോൾ നമ്മൾക്ക് അവിടെയാണ് തേർഡ് റൗണ്ട് ഫിനിഷ് ആവുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 സ്റ്റിച്ച് വീതമാണ്, 3 സ്റ്റിച്ച് വീതം. അവിടെ നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് എൻഡ് ആവുന്നത് ഇവിടെയാണ്. ഫോർത്ത് റൗണ്ട് 4 സ്റ്റിച്ച് വീതമാണ്.
അവിടെയാണ് നമുക്ക് ഫിനിഷ് ആവുന്നത് 4th റൗണ്ട്. 5th റൗണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓറഞ്ച്. അപ്പോൾ നമുക്ക് 5th സ്റ്റിച്ചാണ്. സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റിച്ച്, മിഡിൽ ഭാഗത്ത് 1, പിന്നെ നെക്സ്റ്റ് 2 2 1 2 അങ്ങനെയാണ്. അത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ആ പിങ്ക് സ്ട്രിപ്പ് വരെയാണ്. അതാണ് നമ്മൾ ഓറഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് പിങ്കിൽ. അത് 6th റൗണ്ടാണ്. 5th റൗണ്ട് വരെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ 6th റൗണ്ടിൽ 6 സ്റ്റിച്ചസ് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഫിനിഷ് ആവുന്നത് 6th റൗണ്ട്. അവിടെ 7th റൗണ്ട് സ്റ്റാർട്ടാവുന്നു. അപ്പോൾ 7 സ്റ്റിച്ചസ് വരും. സ്റ്റാർട്ടിങ്ങിൽ 2, മിഡിൽ ഭാഗത്ത് 1 1 1 അങ്ങനെയാണ്. അത് നമുക്ക് അവിടെയാണ് 7th റൗണ്ട് ഫിനിഷ് ആവുന്നത്. പിങ്ക് കളർ, ഓറഞ്ച് കളർ അവിടെ നമ്മൾക്ക് 8th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ 8 സ്റ്റിച്ചസാണ്. സ്റ്റാർട്ടിങ്ങിൽ എൻഡിലും മാത്രം 2 കൊടുക്കും. ബാക്കി മിഡിൽ ഭാഗത്ത് 1 1 അങ്ങനെയാണ്. 1ൻ്റെ തന്നെ 3 ആണ് അവിടെ ഉള്ളത്. 8 അപ്പോൾ അവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ് ഒരു റൗണ്ട് നല്ല രീതിക്ക് വരാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമുക്ക് ഏറിയും കുറഞ്ഞിരിക്കുന്ന പോലെ വരും. അങ്ങനെ 8 റൗണ്ടാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പെറ്റൽ വൈസ് നോക്കുമ്പോൾ 2 സ്റ്റിച്ച് വീതം, 3rd റൗണ്ടിൽ 3 സ്റ്റിച്ച്, 4th റൗണ്ടിൽ 4, അങ്ങനെ 16 16 പെറ്റൽസ് മാതിരിയാണ്. നല്ല ഭംഗിയാണ്. ഇതേ രീതിയിൽ എത്ര വലിപ്പമുള്ളത് നമ്മൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.